പാകിസ്ഥാനിലെ കഴിഞ്ഞ ദിവസങ്ങളിൽ വരുന്ന വാർത്ത വളരെ വേദനാജനകമാണ്. കാരണം ബലൂചിസ്ഥാൻ ഭീകരവാദികൾ, തീവ്രവാദികൾ അവിടെ ഒരു ട്രെയിൻ തട്ടിയെടുക്കുകയും അതിനകത്ത് ഏതാണ്ട് അറിവ് ശരിയാണെങ്കിൽ 400-നകത്ത് യാത്രക്കാർ, അതിനകത്ത് പട്ടാളക്കാരുണ്ട്, അല്ലെങ്കിൽ ഈ ISIS അവരുടെ പാക് ഉദ്യോഗസ്ഥരുണ്ട്. അപ്പോൾ ഇവരെ തോക്കിൻ മുനയിൽ നിർത്തിയിരിക്കുകയാണ്. ഒരുപക്ഷെ അവരുടെ ആവശ്യം സാധിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ആവശ്യം നിറവേറുന്നതിന് വേണ്ടിയായിരിക്കും. ബലൂചിസ്ഥാൻ മേഖല സ്വതന്ത്രമാകണമെന്നുള്ള ആവശ്യവുമായിട്ട് നിൽക്കുന്ന ഒരു ആർമിയാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി. അപ്പൊ നമ്മള് പലവട്ടം ഈ പാകിസ്ഥാനിലെ വിഷയത്തിനകത്ത് ഈ ബലൂചിസ്ഥാൻ മേഖല അല്ലെങ്കിൽ ഖൈബർ പത്തുങ്ക മേഖല, POK, പാക് ഒക്കുപൈഡ് കാശ്മീർ, ഈ മേഖലയൊക്കെ ഭയങ്കര സംഘർഷഭരിതമാണ്. അല്ലെങ്കിൽ പാകിസ്ഥാനകത്ത് ആഭ്യന്തര സംഘർഷം വളരെ കൂടുതലാണ്. അതിനകത്ത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അവരുടെ താല്പര്യവും അല്ലെങ്കിൽ അവരുടെ സ്വതന്ത്രമായ രാജ്യം എന്നുള്ള താല്പര്യമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതിനുവേണ്ടി അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ താല്പര്യമായിട്ട് നിൽക്കുന്ന ഏതാവളം പഞ്ചാബിൽ ഉൾപ്പെടെയുള്ള, പാകിസ്ഥാൻ പഞ്ചാബാണ് ഉദ്ദേശിച്ചത്, അവിടെ ഉൾപ്പെടെയുള്ള 8-9 സംഘടനകൾ ഒന്നിച്ച് നീങ്ങുന്നതിന് വേണ്ടി തീരുമാനിച്ചു. ഏതായാലും കഴിഞ്ഞ ദിവസം അവിടുത്തെ 9 ബോഗിയോളമുള്ള ഒരു ട്രെയിൻ തട്ടിയെടുക്കുന്നു. അതിനകത്ത് ഈ ഏതാണ്ട് 100 അല്ലെങ്കിൽ അതിൽ പുറത്ത് പട്ടാളക്കാരുണ്ടെന്നാണ് പറയുന്നത്. അതിന് ബാക്കിയുള്ള IS ഉദ്യോഗസ്ഥന്മാരുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഒരു രാജ്യത്തിന്, സൈന്യത്തിന് യാതൊരു കാരണവശാലും നീങ്ങാൻ പറ്റാത്ത രീതിയിലേക്ക്, അല്ല സൈന്യം ചെന്ന് കഴിഞ്ഞാൽ അവർ ഈ പറയുന്ന പോലെ പട്ടാളക്കാരെ, IS ഉദ്യോഗസ്ഥന്മാരെ, അല്ലെ അവരുടെ രഹസ്യാന്വേഷണ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാണ് അവരെ, പാകിസ്ഥാന്റെ അവരെ കുന്നുകളയെന്ന് പറയുന്നത്. ഈ ഏറ്റവും അടുത്ത് വരുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ ബലൂചിസ്ഥാൻ മേഖലയിലുള്ള ആൾക്കാരെ, അവരുടെ ആൾക്കാരെയൊക്കെ അവർ സ്വതന്ത്രമാക്കി വിട്ടു. ഇനിയിപ്പം ഈ ഉദ്യോഗസ്ഥന്മാരെയും IS ആൾക്കാരെയും ഒക്കെയാണ് നിൽക്കുന്നത്. അപ്പൊ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പാകിസ്ഥാൻ ഉണ്ടാക്കിയെടുത്ത പ്രശ്നം ഇപ്പൊ അവർക്ക് തന്നെ ബാധ്യതയാകും. പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ലോകത്തിനകത്ത് ഇപ്പം നമ്മളുടെ കൂടെ സ്വാതന്ത്ര്യം കിട്ടി ഇതുവരെയുള്ള കാര്യം പരിശോധിക്കുമ്പോൾ അന്ന് മുതൽ പാകിസ്ഥാൻ അതൊരു മതരാഷ്ട്രമായിട്ട് പോകുന്നു, അല്ലെങ്കിൽ നമ്മുടേത് മതേതര രാഷ്ട്രമായിട്ട് പോകുന്നു. പാകിസ്ഥാൻ ഉപയോഗിച്ച മതരാഷ്ട്രമായിട്ട് പോകുന്നു. അന്ന് തൊട്ട് അവിടെ ബാക്കിയുള്ള ചെറു ന്യൂനപക്ഷങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി, രാജ്യത്തിന്റെ പുരോഗതിക്കപ്പുറം ആ രാജ്യം ഏതൊക്കെ രീതിയിൽ ഒരു മതരാഷ്ട്രം എന്നുള്ള രീതിയിൽ നിന്നുകൊണ്ട് ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനും, ലോകത്തിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനും അല്ലെങ്കിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമായിട്ട് മാറി. അതിന്റെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു മതമൗല്യവാദിയാണ് ആദ്യം നോക്കുമ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്നത്. അതിനുശേഷം വളരെ കൂടുതൽ ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ ഉണ്ടാകും. ലോകത്ത് ഏത് ടെററിസ്റ്റ് ഗ്രൂപ്പ് ഉണ്ടെങ്കിലും അതിന്റെ എല്ലാം വേര് അന്വേഷിച്ച് വന്നാൽ അത് പാകിസ്ഥാൻ ആവുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് ലോകം മൊത്തവും പാകിസ്ഥാനിൽ നിന്നുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ ആൾക്കാരാണ് വന്ന് പൊട്ടിത്തെറിക്കുന്നത്, അത്തരത്തിലുള്ള ആൾക്കാരെ ഉൽപ്പാദിപ്പിക്കുന്നത് പാകിസ്ഥാനിൽ നിന്നാണെന്ന് പരാതി പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ഒരു 2-3 മാസം മുമ്പ് അവിടെ ഒരു ബില്ല് തന്നെ പാസ്സാക്കി, മദ്രസകളിൽ ഇനിയും ഗവൺമെന്റ് നിയന്ത്രണം ഏർപ്പെടുത്തുന്നു. ഈ ലോകത്ത് പല ഇസ്ലാമിക രാജ്യങ്ങളും ഉണ്ട്, ഇന്ത്യ ഉൾപ്പെടെ മദ്രസകളുണ്ട്. ഈ മദ്രസകളിലൊന്നും ചില ഡയറക്ഷൻസും കാര്യങ്ങളും ഒക്കെ ഉള്ളപ്പോഴും, അല്ലെങ്കിൽ അത്തരത്തിൽ വേണമെന്നൊക്കെ ആ രാജ്യങ്ങൾ അതിനകത്ത് നിയമം കൊണ്ടുവരാൻ നിൽക്കുന്നതിനകത്ത് നമ്മൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. കാരണം അത് മതേതര രാജ്യവും, അല്ലെങ്കിൽ അത്തരത്തിൽ നിയമങ്ങൾ, ഒരു രാജ്യത്തിന് എന്തെല്ലാം നിയമങ്ങൾ ഉണ്ടെന്ന് ഇത് രാജ്യം, ലോകം മൊത്തം ഈ മത സംവിധാനത്തിന് ഭരണമെന്ന് പറയുമ്പോൾ ആ മത സംവിധാനം എങ്ങനെ ആയിരിക്കണമെന്ന് പഠിപ്പിക്കുന്ന മദ്രസകൾക്കകത്ത് നിയന്ത്രണം ഏർപ്പെടുത്തണം എന്ന് പറയുന്നതിന് വേണ്ടി ഒരു ബില്ല് പാസ്സാക്കുന്ന ഒരു അവസ്ഥ പാക് ഗവൺമെന്റിന് വരുവാന്ന് പറഞ്ഞാൽ, മദ്രസകളിൽ നിന്ന് അവിടുത്തെ മതമേലധ്യക്ഷന്മാർ ഉൽപ്പാദിപ്പിക്കുന്ന വിദ്യാർത്ഥികൾ വളരെ കുഞ്ഞുനാൾ തൊട്ടേ അവരെ മതം പഠിപ്പിക്കാൻ, അല്ലെങ്കിൽ വിദ്യാഭ്യാസം കൊടുക്കാതെ മതം പഠിപ്പിക്കാൻ വേണ്ടി വിട്ടുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് അവരെ മതം പഠിപ്പിച്ച് വെളിയിൽ ഇറങ്ങുമ്പോൾ ഈ അവർ പഠിപ്പിച്ച മതത്തിനനുസരിച്ചുള്ള രാജ്യമായിട്ട് പാകിസ്ഥാനെ ആദ്യം നോക്കുമ്പോൾ തന്നെ ഇല്ല. ഈ മതമേലധ്യക്ഷന്മാർ പഠിപ്പിക്കുന്ന ഈ പറയുന്ന മതപഠനത്തിനകത്ത് ആദ്യമേ പറയുന്നതിനകത്ത് ജനാധിപത്യമില്ല. അപ്പോൾ അവർ ആദ്യമേ നോക്കുമ്പോൾ തന്നെ ജനാധിപത്യമുള്ള, അല്ലെങ്കിൽ ജനാധിപത്യ സംവിധാനത്തിൽ കൂടി അധികാരത്തിൽ വരുന്ന ഒരു രാജ്യമല്ലേ പാകിസ്ഥാൻ. അപ്പൊ ആ പാകിസ്ഥാനിൽ എങ്ങനെ ഈ പറയുന്നത് പോലെ ഞങ്ങളെ പഠിപ്പിച്ചുള്ള നിയമം അനുസരിച്ച് പാകിസ്ഥാൻ ഈ പറയുന്ന ഇസ്ലാമിക രാജ്യമാകുന്നു? അപ്പൊ ആദ്യമേ തന്നെ അവിടെ മാറ്റം വരുത്താൻ വേണ്ടി അവിടെ പൊട്ടിത്തെറിക്കുകയാണ്. അവിടെ പട്ടാളത്തിന്റെ ക്യാമ്പുകളിൽ പൊട്ടിത്തെറിക്കുന്നു, ആശുപത്രികളിൽ പൊട്ടിത്തെറിക്കുന്നു, സ്കൂളുകളിൽ പൊട്ടിത്തെറിക്കുന്നു. അതായത് അവര് പഠിപ്പിക്കുന്നതിനകത്ത് ലോകക്രമത്തെ പറ്റിയും, രാജ്യത്തിനകത്ത് ജനാധിപത്യ സംവിധാനത്തെ പറ്റിയും, ലോകം എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിനെ പറ്റിയും ഒക്കെ പഠിപ്പിക്കുന്നതിന് പകരം മതം മാത്രം പഠിപ്പിച്ചു വിടുന്നു. അത് ഈ വെളിയിലുള്ളവർ ഉള്ളവർക്ക് ഉണ്ടാക്കുന്നതിനെക്കാട്ടി പ്രശ്നം അവർക്ക് ഉണ്ടാക്കുന്നു എന്നുകൊണ്ടാണ് അതിനകത്ത് ബില്ല് കൊണ്ടുവരുന്നതിന് വേണ്ടി ഉള്ള നീക്കം നടത്തിയത്.
അപ്പൊ ആ ബില്ല് കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രമം നടത്തും. ഞാൻ ഈ പറഞ്ഞത് എന്താണ് പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് പാകിസ്ഥാൻ ഈ പറയുന്ന വർഗീയ അല്ലെങ്കിൽ ഇതുപോലെ ടെററിസ്റ്റ് ഗ്രൂപ്പുകളെ അവിടെ ഉത്പാദിപ്പിച്ചുകൊണ്ടിരുന്നത്? അത് അവർക്ക് മറ്റു രാജ്യങ്ങളെ ഉപദ്രവിക്കുന്നതിന് വേണ്ടി, മറ്റു രാജ്യങ്ങളിൽ പ്രശ്നം ഉണ്ടാക്കുന്നതിന് വേണ്ടി ആയിരുന്നെങ്കിൽ അത് സാധ്യമല്ലാതെ ഇപ്പൊ അവരുടെ രാജ്യത്ത് തന്നെ ഇതെല്ലാം അവർക്ക് പ്രശ്നമായിട്ട് വരുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അവിടുത്തെ ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെ പരസ്പര മത്സരത്തിൽ, അല്ലെങ്കിൽ ആ രാജ്യം പിടിച്ചെടുക്കാൻ പരസ്പരം ആന്തരികമായിട്ട് നടക്കുന്ന, ആ രാജ്യത്തിനകത്ത് നടക്കുന്ന മത്സരത്തിൽ ആ രാജ്യത്തിനകത്ത് എന്ത് സംഘർഷമാണ്. ആ രാജ്യത്തിനകത്ത് ഈ പറയുന്നത് പോലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അകത്ത് നടക്കുന്ന, ജനാധിപത്യ സംവിധാനത്തിൽ അധികാരത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ അതിനെ മാറ്റി നിർത്തി ചില പട്ടാളക്കാരെ അല്ലെങ്കിൽ രാജ്യത്തിന് ചില താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുമ്പോൾ ജനാധിപത്യ മര്യാദകൾ ലംഘിച്ചുള്ള ആൾക്കാരാണ് അധികാരത്തിൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞ് പരസ്പരം പാർട്ടികൾ തമ്മിൽ സംഘർഷമാണ്. അതുപോലെ ഓരോ പ്രദേശത്ത്, ഇപ്പൊ ബലൂചിസ്ഥാൻ മേഖല, ഖൈബർ പത്തുങ്ക മേഖല, ഈ മേഖലയിലുള്ള ആൾക്കാരെടുത്ത് അതിനകത്ത് കാണിക്കുന്ന വിവേചനം കൊണ്ട് അവർ ആ രാജ്യത്തിന്റെ ഭാഗമല്ലാതെ നിൽക്കുന്നതിന് വേണ്ടി അതിനകത്ത് സൈന്യ ഗ്രൂപ്പ് ഉണ്ടാക്കി അതിനകത്ത് രാജ്യത്തെ വിഭജിക്കുന്നതിന് വേണ്ടി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞ മേഖല സ്വാതന്ത്ര്യാനന്തരം അവർ പിടിച്ചെടുത്തതാണ്. അതിനുശേഷം ആ മേഖലയിലുള്ള ആൾക്കാരെ അവരുടെ ഭാഗമാക്കാൻ വേണ്ടി പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ആ രാജ്യത്ത്, അല്ലെങ്കിൽ ആ മേഖലയിലുള്ള ആൾക്കാരെ, വളരെ കൂടുതൽ ആൾക്കാരുള്ള ഒരു മേഖലയാണ്, ആ മേഖലയിലുള്ള ആൾക്കാരെ വളരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അവരുടെ സമ്പത്ത് പിടിച്ചു പറിച്ചുകൊണ്ടിരിക്കുകയാണ്, ബാക്കി പാകിസ്ഥാനിലുള്ള ആൾക്കാർ കൊടുക്കുന്ന ആനുകൂല്യങ്ങളൊന്നും കൊടുക്കാതിരിക്കുകയാണ്. അങ്ങനെയാണ് അവിടെ ഒരു ചാവേർ, ആ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്ന ഒരു ചാവേർ ഗ്രൂപ്പ് തന്നെ ഉണ്ടാവുന്നത്. ഇപ്പൊ അവർ കരുത്താർജിച്ചു, അവരെ ആരൊക്കെയോ സഹായിക്കുന്നുണ്ട്, അവർക്ക് സൈനിക ബലമുണ്ട്. അവർ ഇന്നലെ ഈ പറയുന്ന പോലെ തീവണ്ടി തട്ടിയെടുത്തെങ്കിൽ വളരെ കാലമായിട്ട് പട്ടാളക്കാരെ കൊന്നൊടുക്കുന്നു, ചാവേറുകളാകുന്നു, പട്ടാൾക്കാർ പോകുന്ന വണ്ടി തടഞ്ഞു വെക്കുന്നു, പട്ടാൾക്കാർ പോകുന്ന വണ്ടി തടഞ്ഞു വെച്ച് കൊല്ലുന്ന അവസ്ഥ ഉണ്ടാകുന്നു. ഇത് കുറച്ചൊക്കെ ഈ പറയുന്ന പോലെ വെളിയിൽ വരുന്നു, ബാക്കി വളരെ കൂടുതലായിട്ട് വെളിയിൽ റിപ്പോർട്ട് ചെയ്യാത്ത ഒരവസ്ഥ ഉണ്ടാകുന്നു. അതായത് നമ്മൾ പറഞ്ഞത്, ഇപ്പോൾ പാകിസ്ഥാനകത്തുണ്ടാകുന്ന ഈ പറയുന്ന ആഭ്യന്തര വിഷയത്തിന് പാകിസ്ഥാൻ മാത്രമാണ് കാരണക്കാരൻ. ഈ പറഞ്ഞതുപോലെ ബാക്കി ഇതുപോലൊരു വിഷയം വരുമ്പോൾ ലോകത്ത് വേറെ ഏതെങ്കിലും രാജ്യത്തിന്റെ വിഷയമാണെങ്കിൽ ലോകം അതിനകത്ത് എത്തരത്തിൽ അഭിപ്രായം പറയും, ലോകം അതിനകത്ത് എത്തരത്തിൽ ഇടപെടും. ഈ പാകിസ്ഥാന്റെ ഈ ലോകം ഇടപെടുന്നുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും അഭിപ്രായം പറയുന്നുണ്ടോ? അത്തരത്തിൽ ഒരു അഭിപ്രായം പോലും പറയുന്നില്ല. ആ രീതിയിലേക്ക് ആ രാജ്യത്തിന്റെ വിഷയത്തിനകത്ത് ആരും ഇടപെടാത്തൊരവസ്ഥ. ഇപ്പൊ തന്നെ പട്ടാളം വലിയ പ്രതിസന്ധിയിലും ആ രാജ്യം പ്രതിസന്ധിയിലുമാണ്. ഒരു രാജ്യത്തിന്റെ 100ഓളം വരുന്ന പട്ടാളക്കാരും ISI ഉൾപ്പെടെ പോലെ ആ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ഉദ്യോഗസ്ഥന്മാരും അവിടുത്തെ ഏറ്റവും തീവ്ര നിലപാടുള്ള ഗ്രൂപ്പിന്റെ കയ്യിലിരിക്കുകയും അവർ ആവശ്യം അംഗീകരിച്ചു കൊടുക്കാതെ വന്നാൽ ഈ ഇവരെ എല്ലാം കൊന്നുകളയുമൊക്കെ പറയുമ്പോൾ അവരുടെ തോക്കിന്റെ മുനയിൽ നിന്ന് കാര്യങ്ങൾ സമ്മതിച്ചു കൊടുക്കേണ്ട ഒരു രീതിയിലുള്ള രാജ്യമായിട്ട് ഇന്ന് പാകിസ്ഥാൻ മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ അത്തരത്തിലുള്ള രാജ്യമാകുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള രാജ്യം മാത്രമായിട്ട് മാറിയിരിക്കുകയാണ്. നാളെ കാലത്തെ നമ്മൾ പല ചർച്ചയിൽ പറഞ്ഞതുപോലെ പാകിസ്ഥാൻ ഈ പറയുന്ന പോലെ ഈ ബലൂചിസ്ഥാന്റെ ഭാഗമാവുകയും, അല്ലെങ്കിൽ ഖൈബർ പത്തുങ്ക മേഖല അഫ്ഗാന്റെ ഭാഗമാവുകയും, അതിന്റെ ഭാഗമായിട്ട് POK, ഈ സ്വതന്ത്രമായി നിൽക്കുന്ന POK, അല്ലെങ്കിൽ ഇപ്പൊ പാകിസ്ഥാന്റെ അധീനതയിൽ നിൽക്കുന്ന POK ഇന്ത്യയുടെ ഭാഗമാകുന്നതിന് വേണ്ടി വളരെ കാലമായിട്ട് ശ്രമിക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുകയോ ഒക്കെ ചെയ്താൽ കുറ്റം പറയാനൊക്കത്തില്ല. ഏതാണ്ട് അതിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്കാണ് പാകിസ്ഥാൻ പിളരാൻ പോവുകയാണ്. ഈ പറയുന്ന ബലൂചിസ്ഥാൻ മേഖല പിളർന്നാൽ ഏതാണ്ട് പാകിസ്ഥാന്റെ 40% പോകും. അഫ്ഗാന്റെ കടന്നുകയറ്റത്തിൽ ആ മേഖലയിൽ നഷ്ടപ്പെടും. POK സ്വതന്ത്രമായി ഇന്ത്യയിലാവും. ഏതാണ്ട് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ബംഗ്ലാദേശിന് ശേഷം വീണ്ടും ഇപ്പൊ നിൽക്കുന്ന രാജ്യം ഒരു മൂന്നായിട്ട്, വളരെ കൃത്യമായിട്ട് 3ഓ 4ഓ ഏതായാലും 3ആയിട്ട് പിളരും എന്നുള്ള കാര്യത്തിൽ വളരെ വ്യക്തമായിരിക്കുകയാണ്. ഇനിയും പാകിസ്ഥാന് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ അത് സാമ്പത്തികമായിട്ടും സൈനികമായിട്ടും ഒക്കെ പാകിസ്ഥാൻ വീണുപോയി. പാകിസ്ഥാന്റെ അവസ്ഥ, അല്ലെങ്കിൽ ഇനി പിളർപ്പ്, അത്തരത്തിൽ പിളർന്നു പോകുന്ന ഒരു പാകിസ്ഥാൻ, അത് മാത്രമായിരിക്കും നമ്മൾക്ക് നാളെ കാണുവാൻ സാധിക്കുന്നത് എന്നാണ് മനസ്സിലാവുന്നത്.